സ്കിന്ന് ഫുള്ള് ടാൻ അടിച്ചിരിക്കല്ലേ. എന്തായാലും ഇത് ശരിയാക്കണം, പരിപാടിയല്ലേ വരുന്നത്. ഇതിപ്പോ എന്തായാലും നാളെ ഇതിനുള്ള സമയമൊന്നും കിട്ടൂല, നാളെ പൊരേ പോണല്ലോ. അപ്പൊ ഇന്ന് എന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ച് രാവിലെ ഇട്ട മേക്കപ്പ് ഒക്കെ കളഞ്ഞിട്ടൊന്ന് മുഖം കഴുകിയിട്ട് വരാട്ടോ. ഞാനിന്ന് കോളേജിൽ നിന്ന് വന്ന ഉടനെ എന്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഒട്ടാകെ ടാൻ അടിച്ചല്ലോ എന്നാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒരു ഫേസ് പാക്ക് ഇട്ടേക്കാന്ന്. നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല സാധനമാണ് മുൾത്താണി വെട്ടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഈ റൈസ് പൗഡർ. എനിക്ക് ഈ ബീട്രൂട്ട് പൗഡറും ഭയങ്കര ഇഷ്ടമാട്ടോ. രണ്ടും തുല്യ അളവിൽ എടുക്കണ്ട, പക്ഷെ ഞാൻ രണ്ടും കൂടുതൽ എടുത്തു. ഇതിപ്പോ എന്റെ റൂമിലുള്ള എല്ലാവർക്കും ഇടാനുള്ളുണ്ട്. സാരമില്ല, അമ്മക്ക് സെറ്റ് ആക്കാം. സത്യം പറഞ്ഞാൽ റൈസ് പൗഡർ ഇത്തിരി കൂടി പോയിക്ക്, പക്ഷെ നമുക്ക് വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കി കളയാം. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ഒഴിക്കണം, അല്ല ഇങ്ങനെ ഇരിക്കും. ആദ്യം ഒഴിച്ച് വെള്ളം കുറഞ്ഞോണ്ട് പിന്നീട് ഞാൻ ഒന്നും കാണിച്ചില്ല, നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. ഇതൊക്കെ എന്ത്, ഇതിൽ പിന്നെയും പൊടിയിട്ടാൽ മതില്ലേ, സെറ്റ് ആയിക്കോളൂ. മണ്ടത്തിലാരും കാണിച്ചു വെക്കണം. ബൈ വെള്ളം ജാസ്തിനെ കൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പൊടിയിട്ട് അത് പിന്നെ കട്ടിയായി. അപ്പൊ പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെ എവിടെ പോയാലും മണ്ടത്തരം കാണിക്കുന്നതിനെ കൊണ്ട് അതിപ്പോ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ബൈ ഈ സാധനം മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ നിൽക്കരുത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് മിണ്ടാൻ തോന്നാണ് മിണ്ടിക്കോളി, പിന്നെ ചെറിയ വേനാന്ന് പറഞ്ഞിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ശാസ്ത്രീയപരമായി പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് ആണ് ടൈമിങ്, പക്ഷെ ഞാനൊരു 20-25 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ റൈസ് പൗഡർ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കിത് സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. എന്റെ ഗൈസ്, ഞാനൊന്ന് നിറം വെച്ചില്ലേ, ഇനിയിപ്പം നിറം വെച്ചിട്ടില്ലെങ്കിൽ നിറം വെച്ചെന്ന് പറയണം കേട്ടോ. അല്ല, ഈ കാണുന്ന ആൾക്കാർ പകുതി എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൂടെ. ഇതിപ്പോ നിങ്ങൾക്ക് വലിയ ഉപദ്രവവും ഇല്ല, എനിക്ക് നല്ല ഉപകാരമാണ്. എന്തായാലും സ്കിൻ കെയർ ചെയ്യാൻ വെച്ചല്ല, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഗ്രാജുവേഷന് ഞാനൊരു കലക്കും. എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, ഇനിയിപ്പോ ഒരു എണ്ണ തേച്ചൊരു കുളിയും കൂടി പാസ്സാക്കിയ കേമായി. എനിക്ക് മുടിയുടെ ചിക്ക് ഇങ്ങനെ കളയുന്ന ഇഷ്ടം. ചീർപ്പ് കൊണ്ടൊക്കെ മുടിയുടെ ചിക്ക് കളഞ്ഞാൽ പിന്നെ പോയി. എനിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മുടിയിൽ എണ്ണ തേച്ചിട്ട് ഇരിക്കണം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് മസാജ്. ഞാൻ എന്റെ മുടിയിൽ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ, കളർ അടിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹം ഇല്ലായിട്ടല്ല, എന്റെ മുടിയിൽ അതൊന്നും പറ്റത്തില്ല. മൈഗ്രെയിൻ ഉണ്ടായതുകൊണ്ടേ ഒരു 2 മണിക്കൂർ എണ്ണ തേച്ചിരുന്ന പിറ്റേ ദിവസം ഞാൻ എണീക്കത്തില്ല. സത്യം പറഞ്ഞാൽ പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ എല്ലാം ഞാൻ യൂസ് ചെയ്ത് സാധാ വെളിച്ചെണ്ണ. എനിക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ഒന്നും പറ്റാറില്ല കേട്ടോ. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കണം. സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുന്തളിപ്പിന് വെട്ടിക്കളഞ്ഞതാ. ഇപ്പൊ ഒരു മാസമായിട്ട് എനിക്ക് ആ കുന്തളിപ്പ് പിന്നെയും തോന്നുന്നുണ്ട് വെട്ടാനേ. പിന്നെ എന്റെ തറവാട്ടി പോണ്ടല്ലേ എന്ന് ആലോചിക്കുമ്പോ അതങ്ങോട്ട് മാറ്റി വെക്കും ഞാൻ. ഇനി ഈ കാർക്കുന്തലൊന്നും മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങണം ഒരു 2 മണിക്കൂർ, എന്നിട്ട് എണീക്കണം. എന്റെ മുടി ഒരു വേവി സ്ട്രക്ചർ ആട്ടോ, അതുകൊണ്ട് എവിടെ പിടിച്ചാലും അവിടെ നിന്നോളൂ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേളി ആട്ടോ. കേളി ഹെയർ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനിയിപ്പോ ഇതൊക്കെ കൂട്ടിക്കെട്ടി ഒന്ന് കിടന്നുറങ്ങണം, എന്നിട്ട് പോയി കുളിക്കണം, അത്ര തന്നെ. അപ്പൊ ശരി കേട്ടോ, ചൂസ്.